إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وقال أيضا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى أعوذ بالله من الشيطان الرجيم ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا صدق الله العظيم അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അവന്റെ നിർദ്ദേശങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ പടച്ചവൻ നമ്മെ തുണക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, വളരെ ചെറുപ്പം മുതൽക്ക് നമ്മൾ കേട്ട ഒരു ചരിത്രമുണ്ട്. കഅബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജാഹിലി അറബികൾ, ഖുറൈശി ഗോത്രം കഅബയെ ഒരു സന്ദർഭത്തിൽ പുനർനിർമ്മിക്കാൻ ഉദ്യമിച്ച ഒരു ഘട്ടം. ആ സാഹചര്യത്തിൽ കഅബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട അവരുടെ ചർച്ചയിൽ, അവരുടെ മീറ്റിംഗിൽ വളരെ സുപ്രധാനമായി അവരെടുത്തിരുന്ന ഒരു തീരുമാനം, നല്ലതല്ലാത്ത നിഷിദ്ധമായ ഒരു സമ്പാദ്യവും കഅബയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്ന വളരെ ശക്തമായ ഒരു തീരുമാനമായിരുന്നു. ജാഹിലിയ അറബികളിൽ പോലും അവർ പോലും സാമ്പത്തിക മേഖലയിൽ സൂക്ഷിച്ചിരുന്ന, ചില മേഖലകളിലെങ്കിലും അവർ സൂക്ഷിച്ചിരുന്ന സൂക്ഷ്മതയെയും അവരുടെ തഖ്വയെയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ചരിത്രമാണത്. ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ഇന്ന് അതിവിടെ പറയാനുള്ള കാരണം, നമുക്കറിയാം അടുത്ത വർഷത്തേക്കുള്ള, വരുന്ന വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷകൾ ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള നിരവധി ആളുകൾ, ഒരുപാട് ആളുകൾ
അതിനുവേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, അയൽപ്പക്കക്കാർ, ബന്ധുമിത്രാദികൾ അടുത്ത വർഷത്തെ ഹജ്ജ് ആഗ്രഹിച്ചുകൊണ്ട് അവർ അതിനുവേണ്ടി അപേക്ഷ നൽകിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അങ്ങേയറ്റം സ്തുത്യർഹമായ പ്രോത്സാഹനീയമായ ഒരു കാര്യമാണത്. കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ള ആളുകൾ തീർച്ചയായും ഇനിയും അത് വൈകിപ്പിക്കാതെ പറ്റുന്നത്ര നേരത്തെ തന്നെ അതിനുവേണ്ടി തയ്യാറെടുക്കാൻ, അത് നിർവഹിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഹജ്ജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സാമ്പത്തികമായ വലിയ ബാധ്യത നമുക്ക് വന്നേക്കാവുന്ന, അതല്ലെങ്കിൽ ആ അർത്ഥത്തിൽ സാമ്പത്തികമായ ത്യാഗം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കർമ്മമാണ് ഹജ്ജ്. പക്ഷെ അതിന്റെ സാമ്പത്തിക ത്യാഗം എന്നുള്ളത് വലിയ ഒരു സംഖ്യ അതിനുവേണ്ടി കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഹജ്ജ് നിർവഹിക്കാൻ അനുയോജ്യമായ സമ്പത്ത് തന്നെയാണോ ഞാൻ കൈക്കലാക്കിയിട്ടുള്ളത്, ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്, എന്റെ സമ്പാദ്യത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു പുനരാലോചന കൂടി ഈ ഘട്ടത്തിൽ നാം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, നാം നടത്തേണ്ടതായിട്ടുണ്ട്. വിവിധ തരത്തിൽ നാം ഇന്ന് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഹലാല് ഹറാമുകളെ സംബന്ധിച്ച് നമ്മൾ ഒരുപക്ഷെ ബോധവാന്മാരായിരിക്കണമെന്നില്ല. അള്ളാഹു നിഷിദ്ധമാക്കിയ പലതും നമ്മുടെ സമ്പത്തിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പടച്ചവന് അതൃപ്തിയുള്ള, അവന് അനിഷ്ടകരമായ, അവൻ ഒരിക്കലും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത പല രൂപത്തിലും ഒരുപക്ഷെ നാം സമ്പാദിച്ചിട്ടുണ്ടായിരിക്കാം. ഒരാളുടെ സമ്പത്ത് മലിനമാവുക എന്ന് പറഞ്ഞാൽ അയാൾ നിഷിദ്ധമായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നതിലൂടെ മാത്രമല്ല ഒരാളുടെ സമ്പത്ത് മലിനമായിട്ട് മാറുക. ഒരാൾ സക്കാത്ത് നൽകിയിട്ടില്ല, അവകാശങ്ങൾ വകവെച്ചു കൊടുത്തിട്ടില്ല, ഇങ്ങനെ പല രൂപത്തിൽ ഒരാളുടെ സമ്പത്ത് മലിനമായിട്ട് മാറിയേക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ഹജ്ജിന് അപേക്ഷിക്കുന്നവരും അപേക്ഷിക്കാത്തവരും ഒരുപോലെ ആലോചിക്കേണ്ട, പുനരാലോചിക്കേണ്ട, അന്വേഷണം നടത്തേണ്ട ഒരു കാര്യമാണ് തങ്ങളുടെ സമ്പാദ്യത്തിലുള്ള വിശുദ്ധിയെ സംബന്ധിച്ച്. തങ്ങളുടെ സമ്പാദ്യത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ, ഹറാമാക്കിയ വല്ലതും കടന്നുകൂടിയിട്ടുണ്ടോ എന്ന ഒരു പുനരാലോചന ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായും നമുക്കിടയിൽ നടക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയിരിക്കുന്ന അധ്യാപനങ്ങളെ കുറിച്ച്, അതല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമിന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. സൂറത്തുൽ നിസാഇന്റെ ആദ്യ ഭാഗത്ത് വിവേകമില്ലാത്ത, ആ അർത്ഥത്തിലുള്ള വിവേകത്തിലുള്ള പ്രായമെത്തിയിട്ടില്ലാത്ത, സാമ്പത്തികമായ പക്വത എത്തിയിട്ടില്ലാത്ത ആളുകളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന അവരുടെ രക്ഷകർത്താക്കളോടുള്ള ഒരു കൽപ്പന നമുക്ക് കാണാൻ കഴിയും. വലാ തുഅ്തു സുഫഹാഅ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. അല്ലാഹു നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായി നിശ്ചയിച്ചിട്ടുള്ള ഈ സമ്പത്ത് ഒരിക്കലും അവിവേകികൾക്കും വിഡ്ഢികൾക്കും നിങ്ങൾ നൽകരുത് എന്നൊരു കൽപ്പനയാണത്. അഥവാ മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഒരു വസ്തുവായിട്ടാണ്, ഒരു കാര്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്പത്തിനെ അടിസ്ഥാനപരമായി പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അത് മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഒന്നാണ്. ഭൗതികമായി നമ്മുടെ നിലനിൽപ്പിന് സമ്പത്ത് എത്രമാത്രം ആവശ്യമാണ്, അതുമായി സമ്പത്തുമായി നാം എത്രമാത്രം സമ്പത്തിനെ അവലംബിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് വിശദീകരിക്കാതെ തന്നെ കൃത്യമായ ബോധ്യം നമുക്കുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ഭൗതികമായ നിലനിൽപ്പ് മാത്രമല്ല, നമ്മുടെ ആത്മീയമായ ദീനിന്റെ സംസ്ഥാപനവും ദീനിന്റെ നിലനിൽപ്പ് പോലും വലിയൊരളവോളം അത് അവലംബിക്കുന്നത്, അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് സമ്പത്തുമായിട്ട് തന്നെയാണ്. ഇസ്ലാമിന്റെ 5 സ്തൂപങ്ങൾ നമ്മൾ എടുത്തു നോക്കുക. 5 ഇസ്ലാം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ 5 കാര്യങ്ങളിലേക്ക് നമ്മളൊരു പഠനം നടത്തി കഴിഞ്ഞാൽ അതിലുള്ള 2 കാര്യങ്ങളും വളരെ വ്യക്തമായി സമ്പത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സക്കാത്തും ഹജ്ജും വലിയ സാമ്പത്തിക ത്യാഗം ആവശ്യമായിട്ട് വരുന്ന 2 നിർബന്ധിത ഇബാദത്തുകളാണ്. മറ്റ് 2 കർമ്മങ്ങളാകട്ടെ നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി സമ്പത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് തന്നെയാണ്. ഒരു നാട്ടിൽ നമസ്കാരം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വഖഫ് ഭൂമി ആവശ്യമാണ്,
അവിടെ നമുക്ക് മസ്ജിദുകൾ ആവശ്യമാണ്, ആ മസ്ജിദുകളുടെ പരിപാലനം ആവശ്യമാണ്, വളരെ വ്യവസ്ഥാപിതമായ പ്രബോധന പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ഇതൊക്കെയും വലിയ സാമ്പത്തിക പങ്കാളിത്തം തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതികമായ ജീവിതത്തിന്റെയും നമ്മുടെ ആത്മീയമായ ജീവിതത്തിന്റെയും വലിയ ഒരു ഘടകമാണ് സാമ്പത്തിക ഭദ്രത, സമ്പത്ത് എന്നുള്ളത്. അതിനൊരിക്കലും നിരാകരിച്ചുകൊണ്ടുള്ള ഒരു ദീനിയായ ജീവിതം, ഒരു ആത്മീയമായ ജീവിതം ഒരിക്കലും നമുക്ക് സാധ്യമാവുകയില്ല. പ്രത്യേകിച്ച് സമ്പത്തിലൂടെ മാത്രം സാധ്യമാകുന്ന ഒരുപാട് ഇബാദത്തുകൾ വിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയും. രോഗികളുടെ പരിചരണം, അനാഥ സംരക്ഷണം, മറ്റു സദഖകൾ, ഇതൊക്കെയും സമ്പത്തിലൂടെ മാത്രം സാധ്യമാകുന്ന ചില നന്മകളാണ്, ചില ഇബാദത്തുകളാണ്. ചില പണ്ഡിതർ പറഞ്ഞു വെക്കുന്നത് കാണാൻ കഴിയും, ഒന്നുമില്ലെങ്കിലും കഫാലഹു ഫദ്ലൻ അന്നഹു യുഅതീക ലൈഫത വൽ കറാമ ലാ തത്ലുബ് വതസ്അൽ വതുഅതി. സമ്പത്തിന്റെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരാളെ സമ്പത്ത് അങ്ങേയറ്റം മാന്യനാക്കി മാറ്റുന്നുണ്ടെങ്കിൽ, ഒരാളെ ആരുടെ മുന്നിലും കൈകൂപ്പാത്ത നിലയിൽ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ സമ്പത്ത് പ്രാപ്തമാക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം മതി സമ്പത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രസിദ്ധമായ ഒരു അധ്യാപനം നമുക്ക് കാണാം, അൽ യദുൽ ഉൽയ ഖൈറും മിനൽ യദിസ് സുഫ്ല. ആളുകളുടെ മുന്നിൽ നീട്ടുന്ന, അപേക്ഷിക്കുന്ന കരങ്ങളെക്കാൾ ഏറ്റവും ഹൈറായിട്ടുള്ള, ഏറ്റവും ഉത്തമമായിട്ടുള്ള കരങ്ങൾ മുകളിൽ നിൽക്കുന്ന കരങ്ങളാണ്, മറ്റുള്ളവർക്ക് നൽകുന്ന കരങ്ങളാണ്. അഥവാ സാമ്പത്തിക സുസ്ഥിരതയും സാമ്പത്തിക അഭിവൃദ്ധിയും അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സ്തുത്യർഹമായ ഒരു കാര്യമായിട്ടാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇമാം ബുഖാരി അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ആമിർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ചരിത്രമാണ്. അദ്ദേഹം പറയാണ്, മക്കൻ ഫതഹ് സമയത്ത്, മക്ക വിജയവേളയിൽ അദ്ദേഹത്തിന്റെ പിതാവ് അങ്ങേയറ്റം രോഗം പിടിപെട്ടു, അതിശക്തമായ രോഗം കലശലായി മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ ആ സഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അഫ തസദ്ദഖു ബിസുലുസി മാലി ഇന്നലി മാലൻ കസീറൻ വലൈസ യരിസുനി ഇല്ല ഇംറഅതി. ഞാൻ വലിയ സമ്പന്നനാണ്, എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്, എനിക്കാകട്ടെ ഒരു മകള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രവാചകരെ, ഞാൻ എന്റെ സമ്പത്തിന്റെ 2/3 ഭാഗവും സദഖ ചെയ്യട്ടെയോ, അങ്ങനെ ഞാൻ വസിയത്ത് ചെയ്യട്ടെയോ എന്ന് ഇദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ റസൂൽ അനുവാദം നൽകിയില്ല. പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ താങ്കൾ സദഖ ചെയ്യേണ്ടതില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, വീണ്ടും റസൂലിനെ അപേക്ഷിച്ചു, അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ പകുതി സമ്പത്തെങ്കിലും സദഖ ചെയ്തോട്ടെ. അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അതിൽ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹം മൂന്നാമതായിട്ട് റസൂലിനോട് ചോദിച്ചു, അസ്സുലുസ്, 1/3 ഞാൻ അങ്ങനെ സദഖ ചെയ്തോട്ടെ, എന്റെ സമ്പത്തിന്റെ 1/3 ഭാഗം എന്റെ മരണശേഷം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ സദഖയായി നിശ്ചയിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയെങ്കിൽ 1/3 അങ്ങനെ സദഖ ചെയ്തോളൂ. വസ്സുലുസു കസീർ, ആ 1/3 തന്നെ ധാരാളമാണ്, അത് തന്നെ വലിയൊരു അളവാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്നക അൻ തത്രുക വറസതക അഗ്നിയ ഖൈറു മിൻ അൻ തത്രുകഹും ആലതൻ യതകഫഫൂന الناس. താങ്കളുടെ അവകാശികളെ, താങ്കളുടെ കുടുംബാദികളെ, താങ്കളുടെ പിന്മുറക്കാരെ സമ്പന്നരായി ഉപേക്ഷിക്കുന്നതാണ് മറ്റുള്ളവരുടെ മുന്നിൽ അവരെ കൈകൂപ്പുന്നവരാക്കി മാറ്റി മരണപ്പെടുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ ദീർഘവീക്ഷണത്തോടുകൂടി അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാണ്. നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ സമ്പത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും നിങ്ങളുടെ വരും തലമുറകളെ സംബന്ധിച്ച്, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബാദികളെ സംബന്ധിച്ച്, നിങ്ങളുടെ അവകാശികളെ സംബന്ധിച്ചുള്ള ഒരു ബോധ്യം കൂടി നിങ്ങൾക്ക് ആവശ്യമാണ്. ആ രൂപത്തിലുള്ള ഒരു ആത്മീയതയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിലെ പ്രായോഗിക വശങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള, മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ആവശ്യങ്ങളെ നിരാകരിച്ചുകൊണ്ട്, ധ്വംസിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് നമ്മിൽ നിന്ന് ലഭിക്കാനുള്ള അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ആത്മീയതയല്ല ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മറിച്ച് അത് അങ്ങേയറ്റത്തെ പ്രായോഗികമായ മനുഷ്യബന്ധങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കും അങ്ങേയറ്റം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ആത്മീയതയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അതിനുശേഷം റസൂൽ അദ്ദേഹം
അദ്ദേഹത്തിന്റെ ആശങ്ക നികത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം? എന്റെ സമ്പത്ത് സദഖ ചെയ്യാതെ അവിടെ അവശേഷിച്ചു പോയാൽ അതിലൂടെ എനിക്കൊരു പ്രതിഫലവും ലഭിക്കില്ലല്ലോ എന്ന ഒരു ആശങ്കയായിരിക്കാം ആ സഹാബിയെ അങ്ങനെ ചോദിക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയാണ്, ഇന്നക ലൻ തുൻഫിക നഫഖതൻ ഇല്ലാ ഉജിർത ഫീഹാ, താങ്കൾ എന്ത് തന്നെ ചെലവഴിച്ചാലും അതിലൊക്കെയും താങ്കൾക്ക് പ്രതിഫലമുണ്ട്. ഹത്ത ലുഖ്മത തർഫഉഹാ ഇലാ ഫീ ഇംറഅതിക, താങ്കളുടെ ഭാര്യയുടെ വായയിൽ താങ്കൾ വെച്ച് നൽകുന്ന ആ ഉരുളയിൽ പോലും താങ്കൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ് എന്ന വലിയൊരു പാഠം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു നൽകുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, സമ്പാദിക്കുക എന്നുള്ളതോ സമ്പത്ത് സൂക്ഷിക്കുക എന്നുള്ളതോ സമ്പന്നനാവുക എന്നുള്ളതോ വളരെ മോശമായ മ്ലേച്ഛമായ ഒരു കാര്യമായിട്ടല്ല ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. പൗരോഹിത്യവാദക്കാരും പൗരോഹിത്യ വേദക്കാരും ആർത്ഥത്തിലുള്ള സന്യാസ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുമെല്ലാം സമ്പത്തിനെ വളരെ മോശമായ മലിനമായ ഒരു വസ്തുവായിട്ട് ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ രൂപത്തിലുള്ള സന്യാസിമാരും പുരോഹിതന്മാരും ജനങ്ങളോട് സമ്പത്ത് വളരെ മോശമാണെന്ന് പ്രബോധനം ചെയ്യുമെങ്കിലും ആ സമ്പത്തിനോട് അങ്ങേയറ്റത്തെ അഭിനിവേശവും ആർത്തിയുമുള്ളവർ അവർ തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഖുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ. ഇത്തരത്തിലുള്ള പല സന്യാസിമാരും പല പണ്ഡിതന്മാരും പല മത നേതാക്കളും മത പുരോഹിതന്മാരും ലയഖുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അവർ അന്യായമായി തിന്നുന്ന ആളുകളായിരിക്കും. വയസുദ്ദൂന അൻ സബീലില്ല, ജനങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്ന ആളുകളായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പറഞ്ഞു വന്നത്, ഇസ്ലാമിന്റെ സാമ്പത്തിക കാഴ്ചപ്പാട് എന്നുള്ളത് ഇത്തര പൗരോഹിത്യ സങ്കല്പത്തിൽ നിന്നെല്ലാം അങ്ങേയറ്റം വിഭിന്നമാണ്, വളരെ വ്യത്യസ്തവുമാണ്. സമ്പത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹവും റഹ്മത്തും, സമ്പത്ത് നല്ല രൂപത്തിലാണെങ്കിൽ ഹലാലായ രൂപത്തിലാണെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ള ഫദ്ലും റഹ്മത്തുമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് സൂറത്തുൽ മുസമ്മിലിൽ കാണാൻ കഴിയും, കച്ചവടാവിഷ്യാർത്ഥം യാത്ര ചെയ്യുന്ന ആളുകളെ വിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്നത് യബ്തഗൂന അല്ലദീന യദ്രിബൂന ഫിൽ അർദി യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ് യബ്തഗൂന മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകൾ എന്നാണ് കച്ചവടാവിഷ്യാർത്ഥം യാത്ര ചെയ്യുന്ന ആളുകളെ വിശുദ്ധ ഖുർആൻ എണ്ണിയിട്ടുള്ളത്. അത് മാത്രവുമല്ല, അവരെ എണ്ണുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമര പോരാട്ടത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലാണ്. അതിന് തൊട്ടുടനെ പടച്ചവൻ പറയുന്നത് വആഖറൂന യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണ്. ഭാരതത്തിൽ അള്ളാഹുവിന്റെ ഫദ്ല് തേടുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം തേടുന്ന ആളുകളായിട്ടാണ് സമ്പത്ത് തേടുന്ന യഥാർത്ഥ വിശ്വാസികളെ മുസ്ലിമീങ്ങളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നത്. മറ്റൊരു ആയത്തിൽ സൂറത്തുൽ ഇസ്രായിലെ വചനത്തിൽ അള്ളാഹുവിന്റെ ഈ അർത്ഥത്തിലുള്ള സ്വത്തും സമ്പത്തും ആഗ്രഹിക്കുന്ന ആളുകൾ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് സ്വപ്നം കാണുന്ന ആളുകൾ, അവർ അള്ളാഹുവിന്റെ റഹ്മത്തിനെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവർ അള്ളാഹുവിന്റെ റഹ്മത്ത് ആഗ്രഹിക്കുന്ന ആളുകളായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് സമ്പത്ത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അത് നല്ലതുമല്ല മോശമല്ല, പക്ഷേ അത് നല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നാം അത് സമ്പാദിക്കുന്നതെങ്കിൽ അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അത് അള്ളാഹുവിന്റെ റഹ്മത്തായിട്ട് തന്നെ നാം അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ശരീഅത്ത് വിശ്വാസ സംരക്ഷണവും ജീവന്റെ സംരക്ഷണവും കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്ഥാനം നൽകിയിരിക്കുന്നത് സമ്പത്തിന്റെ സംരക്ഷണത്തിന്. അതിനുവേണ്ടിയാണ് മൂന്നാമതായി അത് പ്രാമുഖ്യം നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതായിട്ട് കാണാം, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. തന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ ആ സംരക്ഷിക്കുന്ന പാതയിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, തന്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ആ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ പോരാടേണ്ടി വരികയും അങ്ങനെ ഒരാൾ മരണപ്പെടുകയും ചെയ്താൽ ഫഹുവ ഷഹീദ്, അയാൾ ഷഹീദാണ് എന്നാണ് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത്. അതിന്റെ കാരണമുണ്ട്. കാരണം നമ്മുടെ ഈ ശരീരം, നമ്മുടെ ഈ ജീവൻ അതൊരിക്കലും നമുക്ക് അപഹരിക്കാൻ അള്ളാഹു അനുവാദം നൽകുന്നില്ല. അതിന്റെ കാരണം ഈ ജീവൻ നമ്മുടേതല്ല എന്നതാണ്. ഈ ശരീരം നമ്മുടേതല്ല, അതുകൊണ്ട് അത് വേദനിപ്പിക്കാനുള്ള അവകാശമോ അനുവാദമോ അള്ളാഹു നമുക്ക് നൽകുന്നില്ല. അതേ രൂപത്തിൽ ഈ സമ്പത്തിന്റെയും യഥാർത്ഥ ഉടമസ്ഥൻ അത് നമ്മളല്ല. അതുകൊണ്ടാണ് ആ സമ്പത്തിനെ സംരക്ഷിക്കാൻ, ആ സംരക്ഷിക്കുന്ന മാർഗത്തിൽ ഒരാൾ ഷഹീദായി മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ ഷഹീദാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ സമ്പത്ത് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹു ആണ്. അള്ളാഹു നമ്മെ ചെറിയ കുറച്ചു കാലത്തേക്കുള്ള ചില കൈകാര്യങ്ങൾക്ക് വേണ്ടി നമ്മെ ഏൽപ്പിക്കുന്നു എന്ന് മാത്രം.
വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ. സൂറത്തുൽ ഹദീദിലൂടെ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നുണ്ടല്ലോ, നിങ്ങൾ ചെലവഴിക്കുക. എന്തിൽ നിന്നാണ് ചെലവഴിക്കേണ്ടത്? മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ. അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള, അല്ലാഹു നിങ്ങൾക്ക് പിന്തുടർച്ച നൽകിയിട്ടുള്ള ആ ഒരു സമ്പത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങളുടെ സമ്പത്തിൽ നല്ല നിങ്ങൾ ചെലവഴിക്കുന്നത്. അല്ലാഹു മുത്തഖീങ്ങളെ സംബന്ധിച്ച്, മുതവക്കിലീങ്ങളെ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ, യഥാർത്ഥ വിശ്വാസികളെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ, അവരുടെ സവിശേഷതകൾ എണ്ണുമ്പോൾ പലപ്പോഴും എണ്ണുന്ന ഒരു കാര്യമുണ്ട്, വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് അവർ. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ ഒരു പല ആവർത്തി വിശുദ്ധ ഖുർആനിൽ വരുന്ന ഒരു വാചകമാണ്. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നു. അഥവാ ഈ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ മുത്തഖികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ യഥേഷ്ടം ധർമ്മം ചെയ്യാൻ അവർക്ക് പ്രചോദനം നൽകുന്നത് ഈ ഒരു ബോധ്യമാണ്. നാം ചെലവഴിക്കുന്നതൊന്നും എന്റേതല്ല, ഞാൻ ചെലവഴിക്കുന്നത് എന്റേതല്ല, ഇത് എനിക്ക് അള്ളാഹ് നൽകിയതാണ്, അള്ളാഹുവിന്റെ സമ്പത്താണ് യഥാർത്ഥത്തിൽ ഞാൻ ചെലവഴിക്കുന്നത് എന്ന ബോധ്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ യഥേഷ്ടം ചെലവഴിക്കാൻ, സദഖകൾ ചെയ്യാൻ അവർക്ക് പ്രചോദനം നൽകിയിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാമ്പത്തികമായി നാം ആർജിച്ചെടുക്കേണ്ട ചില വളരെ പ്രധാനപ്പെട്ട നിരവധി അധ്യാപനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് സമ്പത്തിൽ നമ്മൾ സമ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ട്, സമ്പാദിക്കുന്ന സാഹചര്യത്തിൽ നാം പാലിക്കേണ്ട മര്യാദകൾ, അതല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട തത്വങ്ങൾ എന്ന രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന പല അധ്യാപനങ്ങളും മാതൃകകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠം, ഒരിക്കലും ആ സമ്പത്തിനല്ല നമ്മൾ വിശ്വാസം അർപ്പിക്കേണ്ടത്, മറിച്ച് ആ സമ്പത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിലായിരിക്കണം നമ്മൾ വിശ്വാസം അർപ്പിക്കേണ്ടത്, ആ അള്ളാഹുവിലായിരിക്കണം നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത് എന്ന പാഠമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയിട്ടുള്ള ഒന്നാമത്തെ പാഠം. ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, പ്രവാചകൻ പറയുകയുണ്ടായി, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലി. നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ട രൂപത്തിൽ നിങ്ങൾ തവക്കുൽ ചെയ്തിരുന്നുവെങ്കിൽ ലറുസിഖ്തും കമാ തുർസഖുത് തയ്ർ. പറവകൾക്ക് റിസ്ക് നൽകപ്പെടുന്നത് പോലെ, പറവകൾക്ക് ഉപജീവനം ലഭിക്കുന്നത് പോലെ നിങ്ങൾക്കും ഉപജീവനം ലഭിക്കുമായിരുന്നു. ആ പറവകൾ പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായിട്ട് അവയുടെ വീടുകളിൽ നിന്ന് പറന്നകലുന്നു. വൈകുന്നേരമാകട്ടെ നിറവയറുമായിട്ടാണ് അത് വളരെ സന്തുഷ്ടമായിട്ട് അതിന്റെ വീട്ടിലേക്ക്, അതിന്റെ ആ ഒരു കൂട്ടിലേക്ക് അത് തിരിച്ചു വരികയാണ്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ആഴത്തിൽ പഠിക്കാനുള്ള ഒരു ഹദീസാണിത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് പാഠങ്ങളാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്നത്. ഒന്നാമത്തെ പാഠം, യഥാർത്ഥ തവക്കുൽ, ഹഖ്ഖു തവക്കുൽ. യഥാർത്ഥ തവക്കുൽ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലൊക്കെ കടന്നുറങ്ങുക എന്നുള്ളതല്ല, വളരെ നേരത്തെ എഴുന്നേറ്റ് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നതാണ് ഒന്നാമത്തെ പാഠം. കാരണം ആ പറവകളെ സംബന്ധിച്ചിടത്തോളം അത് പ്രഭാതത്തിൽ തന്നെ അതിന്റെ കൂട് വിട്ടു പോകാണ്, അതിന്റെ അന്നം തേടി അത് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് അതിന്റെ ഒന്നാമത്തെ പാഠം. പക്ഷെ അതിന്റെ രണ്ടാമത്തെ പാഠത്തിലാണ് പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്നത്. രാവിലെ തന്നെ എഴുന്നേറ്റ് പോകാനോ പ്രയത്നിക്കാനോ പരിശ്രമിക്കാനോ അധ്വാനിക്കുന്നതിൽ നമുക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷെ രണ്ടാമത്തെ ആ പാഠത്തിൽ പലപ്പോഴും നമുക്ക് വലിയ പിഴവുകൾ സംഭവിക്കാറുണ്ട്. അതിൽ രണ്ടാമത്തെ പാഠം, ചെറിയ അധ്വാനത്തിലൂടെ, അതിൽ അർത്ഥത്തിലുള്ള പരിശ്രമത്തിലൂടെ, ആ പരിശ്രമത്തിൽ ഫലം കാണുമ്പോൾ, ആ പരിശ്രമം കാരണമായി നമ്മുടെ ശ്രമഫലമായി ചില പ്രതിഫലനങ്ങൾ, ചില സമ്പാദ്യം നമ്മിലേക്ക് വരുമ്പോൾ അത് എന്റെ പ്രയത്നം കൊണ്ടാണ്, എന്റെ കഴിവ് കൊണ്ടാണ് എന്ന് വിചാരിക്കുമ്പോഴാണ്, എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് രണ്ടാമത്തെ തെറ്റ് വരുന്നത്. കാരണം ഈ പറവകളെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ച് നിറവയറുമായിട്ട് പോകുമ്പോ നാളത്തേക്ക് വേണ്ടിയുള്ള അന്നവുമായിട്ടല്ല അത് തിരിച്ചു പോകുന്നത്. കാരണം അതിനറിയാം, അത് കൃത്യമായിട്ട് അത് വിശ്വസിക്കുന്നുണ്ട്, അത് അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് അന്നം തന്ന അള്ളാഹു, ആ റാസിഖ്, ആ ഖാലിഖായ എന്റെ റബ്ബ്, അത് ആ റബ്ബ് എനിക്ക് നാളെയും ഭക്ഷണം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അങ്ങേയറ്റം സന്തുഷ്ടവാന്മാരായി ആ പറവകളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി തിരിച്ച് അവരുടെ കൂട്ടുകളിലേക്ക് പോകുന്നത്. അതാണ് അതിന്റെ രണ്ടാമത്തെ പാഠം. അല്ലാഹു സുബ്ഹാനഹു തആല പലപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ, വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ. ഈ ലോകത്ത് എത്ര സൃഷ്ടിജാലങ്ങളുണ്ട്, ലാ തഹ്മിലു റിസ്ഖഹാ, അവയൊന്നും അതിന്റെ റിസ്ക് ഉടമപ്പെടുത്തുന്നില്ല, അവയൊന്നും തന്നെയും അതിന്റെ ഉപജീവന ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തിട്ടുമില്ല. അല്ലാഹു യർസുഖുഹാ, അതിനൊക്കെയും റിസ്ക് നൽകുന്നവൻ അല്ലാഹുവാണ്. അത് സമുദ്രത്തിലുള്ള മത്സ്യങ്ങളാകട്ടെ, കാട്ടിലുള്ള വന്യജീവികളാകട്ടെ, ആകാശത്തൂടെ പറക്കുന്ന പറവകളാകട്ടെ, സൂക്ഷ്മജീവികളാകട്ടെ, എന്തുമാകട്ടെ, അതിന്റെയൊക്കെയും റിസ്കിന്റെ ഉപജീവനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് പടച്ച റബ്ബാണ്. അവരെയൊക്കെ സൃഷ്ടിച്ച ആ റബ്ബ് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ശേഷം അല്ലാഹു പറയാണ്, വഇയ്യാകും, നിങ്ങളുടെ റിസ്ക്
റിസ്കിന്റെ ഉത്തരവാദിത്വവും അതേ റബ്ബിന്റെ കൈകളിൽ തന്നെ ഭദ്രമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് പിഴവ് സംഭവിക്കരുത്. ശേഷം സൂറത്തുൽ അൻകബൂത്തിൽ തൊട്ടടുത്തായിട്ടുള്ള ചോദിക്കാണ്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ വസഖറ അശംസ വൽ ഖമറ ലയഖൂലുന അല്ലാഹ്. പ്രവാചകരെ, താങ്കൾ ആ മനുഷ്യരോട് ചോദിച്ചു നോക്കുക, മൻ ഖലഖസ് സമാവാതി വൽ അർദ, ആരാണ് ആകാശങ്ങളെ സംവിധാനിച്ചവൻ, ആരാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആരാണ് നിങ്ങൾക്ക് ഈ സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തി തന്നവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലയഖൂലുന അല്ലാഹ്, അവരൊക്കെ പറയും അത് അല്ലാഹയാണ്. ഒരു നിഷേധിയും ഒരിക്കലും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലോ ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളിലോ എനിക്ക് വല്ല പങ്കുമുണ്ട് എന്ന് ഒരു നിഷേധിയും ഒരിക്കലും ആ അർത്ഥത്തിലുള്ള അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട് ലയഖൂലുന അല്ലാഹ്, അതിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ, ആരാണ് ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നത് എന്ന് പ്രവാചകരെ താങ്കൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ലയഖൂലുന അല്ലാഹ്, അല്ലാഹുവാണ് മഴ വർഷിപ്പിക്കുന്നത്, അല്ലാഹുവാണ് ഈ ഭൂമിയെ പുനർജീവിപ്പിക്കുന്നവൻ എന്ന് അവർ കൃത്യമായിട്ട് മറുപടി പറയും. ഈ രണ്ട് ആയത്തുകളുടെ നടുവിൽ മറ്റൊരു കാര്യം അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, അതേ അല്ലാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവന് ഉപജീവനം വിശാലമാക്കുന്നത്, അതേ റബ്ബാണ് അവൻ ഉദ്ദേശിക്കുന്നവന് അവരുടെ ഉപജീവനത്തെ അവരുടെ റിസ്ഖിനെ കുടുസാക്കി കളയുന്നത്. ആ വിഷയം എത്തുമ്പോഴേക്ക് നമ്മുടെ ഈമാനൊക്കെ തകർന്നു പോവാണ്. ആ മേഖലയിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മൾ കരുതാണ് നമ്മുടെ റിസ്ക് പ്രാപഞ്ചിക പ്രതിഭാസത്തിലൊന്നും എനിക്കൊരു കഴിവില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെ റിസ്കിന്റെ വിഷയത്തിൽ അങ്ങനെയല്ല, അതിൽ എനിക്കാണ് പല റോളും ഉള്ളത് എന്ന വലിയൊരു തെറ്റിദ്ധാരണ നമ്മെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ചോദിക്കുന്നുണ്ട്, അവരോട് ചോദിച്ചു നോക്കുക. അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്, അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളവൻ, ആ റബ്ബാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ, അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നവൻ, അവനാണ് നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ. നമ്മുടെ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ നമുക്ക് വല്ല പങ്കുണ്ടോ? ഒരു പങ്കുമില്ല. നമ്മുടെ മരണത്തിൽ നമുക്ക് വല്ല പങ്കുമുണ്ടോ? ഒരു പങ്കുമില്ല. നമ്മൾ പുനർജീവിക്കപ്പെടുന്ന ആ വിഷയത്തിൽ നമുക്ക് വല്ല പങ്കുണ്ടോ? ഒരു പങ്കുമില്ല. പിന്നെ അതിനിടയിലുള്ള ആ റിസ്കിന്റെ വിഷയത്തിൽ എങ്ങനെയാണ് അള്ളാഹുവിനെ നമ്മൾ മറന്നു പോകുന്നത്? അവിടെ എങ്ങനെയാണ് അള്ളാഹുവിന് ഭരമേൽപ്പിക്കാൻ വലിയ തടസ്സം നമ്മൾ നേരിടുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ആ അർത്ഥത്തിലുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ സമ്പത്തിനെ സംബന്ധിച്ചുള്ള പല ആദികളും നമുക്കില്ലാതാകും. ദാരിദ്ര്യത്തെ സംബന്ധിച്ചുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായിട്ട് മാറും. അള്ളാഹു പറയുന്നുണ്ടല്ലോ, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ, ഈമാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, പിശാച് നമ്മുടെ മേൽ ശക്തി ചെലുത്തി കഴിഞ്ഞാൽ, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ, പിശാച് നിങ്ങളെ ദാരിദ്ര്യത്തെ സംബന്ധിച്ചുള്ള ഭയം നിങ്ങളുടെ മനസ്സിന് ഇട്ടുകൊണ്ടേയിരിക്കും. വയഅ്മുറുകും ബിൽ ഫഹ്ശ, അതിനെ തുടർന്ന് പല മ്ലേച്ഛ വൃത്തികൾക്കും പിശാച് നിങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യും. ആ ഒരു നിർബന്ധത്തിന് വഴങ്ങി മനുഷ്യർ ഒരർത്ഥത്തിലും സങ്കല്പിക്കാൻ കഴിയാത്ത മ്ലേച്ഛ വൃത്തികൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എത്രത്തോളം എന്നാൽ സ്വന്തം മക്കളെ കൊല്ലാൻ പോലും ആളുകൾ മടിക്കുന്നില്ല, ദാരിദ്ര്യം ഭയന്നുണ്ട്. അല്ലാഹു പറയുന്നുണ്ട്, വലാ തഖ്തുലു, സൂറത്തുൽ ഇസ്രായിലൂടെ പഠിച്ചവൻ പറയാണ്, വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരിക്കലും അവരുടെ ജീവൻ എടുക്കരുത്, അവരെ കൊല ചെയ്ത് കളയരുത്. കാരണം നഹ്നു നർസുഖുഹും വഇയ്യാകും, അവരുടെ റിസ്ക് എന്റെ പക്കലാണ്, വഇയ്യാകും, നിങ്ങളുടെ റിസ്ക് എന്റെ പക്കലായതുപോലെ അവരുടെ റിസ്കും എന്റെ കൈകളിലാണ്. വലാ തഖ്തുൽ, അതുകൊണ്ട് നിങ്ങൾ അവരെ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കൊല്ലരുത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും, ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ സമയത്ത് ദരിദ്രരായിരിക്കുകയില്ല, പക്ഷെ ഭാവിയിൽ ഈ കുട്ടിക്കുള്ള ചെലവ് നമുക്ക് വഹിക്കാൻ കഴിയുമോ എന്ന ആദ്യ കാരണമായിരിക്കും ആ ആളുകൾ അവരെ കൊന്നുകൊടുക്കുക. നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഇന്ന് ആരാണ് ഇങ്ങനെ ജീവിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു അല്പത്തരം കാണിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു കുഞ്ഞിനെ ഗർഭം ചുമക്കുന്ന ആ സന്ദർഭം മുതൽ ആ കുഞ്ഞ് വളർന്ന് വലുതാകുന്നത് വരെയുള്ള ചെലവുകൾ എഴുതി വെച്ച് കണക്ക് കൂട്ടി അത് നോക്കി കണ്ണു തള്ളുന്ന മാന്യരെന്ന് നമ്മൾ കരുതുന്ന പല അല്പന്മാരെയും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. അവരോടാണ് ഖുർആൻ പറയുന്നത്, നഹ്നു നർസുഖുഹും വഇയ്യാകും, അവരുടെ റിസ്ക് നമ്മുടെ പക്കലാണ്. ആ അർത്ഥത്തിൽ കണക്കുകൾ കൂട്ടാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഇതൊക്കെയും ഞാനാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വലിയൊരു തെറ്റിദ്ധാരണ. ഒരിക്കലും ആ റിസ്ക് നിങ്ങളുടെ കൈകളിലല്ല. മനുഷ്യന്റെ ഈ ഭയത്തെ ചൂഷണം ചെയ്തുകൊണ്ട് എത്ര മേഖലകളാണ് ഇന്ന് പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷുറൻസ് മേഖലകൾ, ബാങ്ക് മേഖലകൾ, നമ്മുടെ ആരോഗ്യ മേഖലകൾ, ഇതൊക്കെയും ഈ ഒരു ഭയത്തെ വളമാക്കി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യർ ഈ ഒരു ദാരിദ്ര്യത്തെ സംബന്ധിച്ച ഭയത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ കഴിയണം. നാമാണ് നമ്മുടെ റിസ്കിന്റെ യഥാർത്ഥ നിയന്താവ് എന്ന ആ ഒരു മിഥ്യയിൽ നിന്ന് പുറത്തു കടക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഹദീസിന്റെ രണ്ടാമത്തെ അധ്യാപനത്തിലേക്ക് തന്നെ
പാഠത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. അതിന്റെ രണ്ടാമത്തെ പാഠം, ഒരിക്കലും നമ്മുടെ കഴിവിലായിരിക്കരുത് നമ്മൾ ഒരിക്കലും അഭയം പ്രാപിക്കേണ്ടത്. നമ്മുടെ കഴിവിനെ സംബന്ധിച്ച് അതിലായിരിക്കരുത് നമ്മൾ ആത്മവിശ്വാസം വെച്ച് പുലർത്തേണ്ടത്. മറിച്ച് ആ കഴിവിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിൽ നമുക്ക് തവക്കുൽ ചെയ്യാൻ സാധിക്കണം. ആ അർത്ഥത്തിൽ എന്റെ കഴിവ് കൊണ്ട്, എന്റെ അറിവ് കൊണ്ട്, എന്റെ മികവ് കൊണ്ടാണ് ഞാനിതൊക്കെ സമ്പാദിക്കുന്നത് എന്ന ഒരു ചിന്ത, അത് ഖാറൂനിയൻ ചിന്തയാണ്. മൂസ അലൈഹിസ്സലാമിന്റെ സമുദായത്തിലുണ്ടായിരുന്ന ശപിക്കപ്പെട്ട അതിധനികനായിരുന്ന ഖാറൂന് പറഞ്ഞ കാര്യമാണ്. ഖാറൂനിനോട് ആളുകൾ പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, താങ്കൾക്ക് അല്ലാഹു നൽകിയതിലൂടെ താങ്കൾ ആഖിറത്തിനെ സമ്പാദിക്കുക. വലാ തൻസ നസീബക മിനദ് ദുനിയ, അതിനർത്ഥം ദുനിയാവിനെ പൂർണ്ണമായിട്ട് നിരാകരിക്കണമെന്നല്ല. ഇവിടെയുള്ള താങ്കൾക്ക് അവകാശപ്പെട്ടതെല്ലാം ഉപയോഗിക്കാം, പക്ഷേ പരലോകത്തെ കൂടി താങ്കൾ സമ്പാദിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞപ്പോഴേ ഖാറൂന് പറയുന്ന ഒരു മറുപടിയുണ്ട്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെയും എനിക്ക് എന്റെ അറിവ് മുഖേന ലഭിച്ച കാര്യമാണ്, എന്റെ കഴിവ് മുഖേന, എന്റെ അറിവ് മുഖേന, എന്റെ മികവ് കാരണം ലഭിച്ച സമ്പത്താണിത്, അത് എങ്ങനെ ചിലവഴിക്കണം എന്നത് എന്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ആ ഖാറൂനിന്റെ ബാധ ഒരർത്ഥത്തിലും നമ്മൾ പിന്തുടരരുത്. മറിച്ച് അതിനർത്ഥം നമ്മുടെ കഴിവിലും നമ്മുടെ മികവിലും നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകരുത് എന്നുള്ളതല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിലെല്ലാം പിന്നിൽ എന്റെ റബ്ബാണ് എന്ന് അറിയുമ്പോഴാണ് അവർക്ക് അത് ഏറ്റവും ആത്മവിശ്വാസമായിട്ട് മാറുക. അതോടൊപ്പം തന്നെ നമ്മൾ താഴ്മയുള്ളവരായിട്ട് മാറും. അഹങ്കാരത്തിൽ നിന്ന് അത് നമ്മെ സംരക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിരവധി അധ്യാപനങ്ങൾ ഇനിയും നമുക്ക് അറിയാനുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള അവസരങ്ങളിൽ അത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ സമ്പത്തിനെ അവൻ ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ എല്ലാ കാര്യങ്ങളിൽ മുക്തമാക്കുകയും സമ്പത്തിൽ ഖൈർ, ബറക്കത്ത്, അഭിവൃദ്ധി അവൻ നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിലൂടെ ഈ ലോകത്ത് നമ്മുടെ കുടുംബത്തിലൊക്കെയും വലിയ നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.